ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ജനറൽ പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയിരിക്കുകയല്ലേ. നമ്മുടെ പിങ്കിയും നന്ദയും കൂടി ചേർന്ന് ഗൗതമിനെ കൈയോടുകൂടി പൊക്കുന്ന ആ ഒരു രംഗമാണ് കണ്ടത്. അതിനുശേഷം കണ്ടത് താലിയൂരി നമ്മുടെ ഗൗതമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഒന്നാമത് നമ്മുടെ അഭിരാമി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സംശയം ഒന്നും കൂടി ഇരട്ടിക്കും. അതുമല്ല, അഭിരാമീനെക്കുറിച്ച് വേറെ ഉള്ള രഹസ്യങ്ങളൊന്നും നമ്മുടെ ഗൗതമിന് ഇപ്പോൾ പുറത്തു വിടാനും പറ്റത്തുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ അഭിരാമി ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാകും. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മുടെ ഗൗതമിന് തലവേദനയാണ്. ഗൗതമ സത്യം പറഞ്ഞാൽ തലവേദന വലിച്ചു വെച്ചാന്ന് പറയുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഒന്നും കേസില്ലായിരുന്നു. ഏതായാലും കഥ എങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് നീങ്ങി പോകണ്ടേ. കഥയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ട്വിസ്റ്റൊക്കെ ഇല്ല, നമുക്ക് കാണാനും ഒരു രസമില്ലല്ലോ. അപ്പോൾ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ അവൻ്റെ പേരെന്തായിരുന്നു, പുഷ്പൻ. അത് തന്നെ, പുഷ്പൻ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഗൗതമും അതുപോലെ നമ്മുടെ അഭിരാമിയും കൂടി ഇങ്ങനെ വരുന്നു. പുഷ്പനാണെങ്കിൽ നല്ല വൈരാഗ്യമുണ്ട് ഗൗതമിനോട്. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം മുതലാക്കും. അങ്ങനെ പിങ്കിനെ നേരെ ഫോൺ കോൾ ചെയ്തു. പിങ്കി ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ പിങ്കിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. മേഡം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പിങ്കിന്നാക്കി കേട്ടോ. പിങ്കിയോട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം എന്താ പുഷ്പ സംസാരിക്കാനുള്ളത്, ഇനിയിപ്പോൾ വലിയ പൈസ കേസാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പൈസ കേസൊന്നും അല്ല ഗൗതം സാർ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു ഗൗതം ഇപ്പോൾ ഇവിടെ ഇല്ല. അല്ല എന്താ ഗൗതം എവിടെയാണെന്ന് പുഷ്പൻ അറിയാമോ? എനിക്കറിയാമെന്ന് കൂട്ടിക്കോ. ഗൗതം എവിടെയാണ് ഉള്ളത്? അതൊക്കെ ഞാൻ പറയാം. ഞാൻ പറയുന്നത് ഫുൾ അങ്ങോട്ട് കേൾക്ക്. ഗൗതം എവിടെയാണെന്ന് ഞാനിപ്പോൾ പിങ്കിയോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തരും, എനിക്കെന്ത് ചിക്കിലി കിട്ടും, അതാദ്യം പറ. എന്തും തരാം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് പറയുന്നുണ്ടോ പുഷ്പ പറ, എന്താ, ഗൗതം എവിടെയാണ് ഉള്ളത്? അപ്പം ഗൗതമിൻ്റെ കാര്യം ഒന്ന് അറിയണമല്ലേ. എങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടണം. താൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് തരാം. താനിപ്പം ഗൗതം എവിടെയാണ് ഉള്ളതെന്ന് പറയാൻ പറഞ്ഞു. അത് പിന്നെ ഗൗതം ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലുണ്ട്. ഞാൻ അവിടെ വരെ വന്നതായിരുന്നു. ഏത് സിറ്റി ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പേര് സഹിതം പറഞ്ഞു കൊടുത്തു. അവിടെ ഗൗതം തനിച്ചല്ല ഉള്ളത്. ഗൗതമിൻ്റെ കൂടെ ഒരു പെണ്ണുമുണ്ട്. ആ പെണ്ണ് ഒരു പ്രഗ്നൻ്റ് ആണെന്നല്ല പുഷ്പം പറയുന്നത്, ഗർഭിണിയായൊരു പെണ്ണുമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ പിങ്കി ഞെട്ടിപ്പോയില്ലേ. ഗർഭിണിയായൊരു പെണ്ണോ? ഏത് പെണ്ണ്? അല്ല ആ പെണ്ണിൻ്റെ പേരും മറ്റും അഭിരാമി എന്നാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ പുഷ്പൻ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് രീതിയിൽ ഇങ്ങനെ തിരഞ്ഞായിരുന്നു. ഇതാരാണെന്നും എന്താണെന്നും ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ ഇങ്ങനെ ഒന്ന് തപ്പിപ്പിടിച്ച് അവിടെ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ഗൗതമിൻ്റെ ഭാര്യയാണ് അഭിരാമി എന്ന്. അങ്ങനെയാണല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിരാമി എന്നുള്ള പേര് കേട്ടതേ പറഞ്ഞു അതെ അഭിരാമി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ട് ഗർഭിണിയായിട്ട് നിൽക്കുന്ന അഭിരാമിയുടെ ഭർത്താവായിട്ട് ഗൗതമിൻ്റെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ പിങ്കി ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ നന്ദയുടെ അടുത്തേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അങ്ങനെ നന്ദയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നന്ദ നമുക്കൊരിടം വരെ പോകണം, പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പം എവിടെ പോകുന്ന കാര്യമാണ് പിങ്കി നീ പറയുന്നത്? അതും ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എവിടെയും വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പം നീ വരണം, നീ വരികയും വേണം, നീ കാണുകയും ചെയ്യണം, നീ കണ്ടു മനസ്സിലാക്കണം. ദേ അയാൾ നമ്മളെ മാത്രമല്ല ചതിച്ചേക്കുന്നത്, ഇപ്പം വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അയാളുടെ കൂടെ, അഭിരാമി ആരാണ് എന്താണെന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ അതെങ്ങനെ പിങ്കി അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, ബാ നമുക്ക് പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് നേരെ നമ്മുടെ നന്ദേനെയും കൂട്ടി പോവുകയാണ്. അതിനിടയിൽ നന്ദയോട് പറഞ്ഞു കേട്ടോ, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, ഗർഭിണിയാണ് അഭിരാമി, ഗൗതമിൻ്റെ ഭാര്യയായിട്ടാണ് അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ ഗൗതമിൻ്റെ ഭാര്യ തന്നെയല്ലേ എന്നും പറഞ്ഞ് അവളുടെ രണ്ടുപേരെ നമുക്ക് കൈയോടുകൂടി പൊക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെയായാൽ പറ്റില്ലല്ലോ. അയാൾ എന്നെയും ചതിച്ചു നിന്നെയും ചതിച്ചിട്ട് അവളുടെ കൂടെ അങ്ങനെ സുഖമായിട്ട് വാഴണ്ടെന്നൊക്കെ പറഞ്ഞാണ് നന്ദയ്ക്ക്. സത്യത്തിൽ പിങ്കി നന്ദേനേക്കാൾ കൂടുതൽ ദേഷ്യം പിങ്കിക്കാണ്. അങ്ങനെ പിങ്കിയും നന്ദയും കൂടെ ചെല്ലുകയാണ് ഹോസ്പിറ്റലിൽ. അന്വേഷിച്ച് തിരക്കി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സിസ്റ്റർമാരിൽ ഇങ്ങനെ റിസപ്ഷനിൽ സിസ്റ്റർമാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അഭിരാമി ഗൗതം ഈ റൂമിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ ചെന്നതും
ഡോറെ ചെന്ന് മുട്ടി. ഡോറ് തുറന്ന കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അഭിരാമി അവിടെ കിടക്കുന്നു, ഗൗതം അവിടെ നിൽക്കുന്നു. ഡോറ് ഗൗതമാട്ടോ തുറന്നത്. ഇത് കണ്ടതും ചങ്ക് തകർന്നു പോയില്ലേ പിങ്കിയുടെ നന്ദയുടെ. അകത്തേക്ക് കയറി ചെന്നിട്ട് നമ്മുടെ പിങ്കി ചോദിച്ചു, നീ ആരാടീന്ന് ചോദിച്ചു. ആദ്യമേ പിങ്കി ചെല്ലുന്നത് നേരെ എങ്ങോട്ടേക്കാണ്, അഭിരാമിയുടെ അടുത്തേക്കാണ്. നീ ആരാടീന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അഭിരാമി ഗൗതം ഇതാരാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നീ ആരാന്ന് ചോദിച്ചപ്പോൾ നീ ഗൗതത്തിനെ വിളിച്ചിട്ട് നീ ഗൗതമിനോട് ചോദിക്കുന്നോ? അതെ, നീ ആരാണെന്നാണ് ചോദിച്ചത്. ഞാൻ ആരാണെന്നും ഇവൾ ആരാണെന്നും ഞാൻ പറയാം. നീ ആരാണെന്ന് പറയണമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദ പറഞ്ഞു, പിങ്കി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഉടനെ നമ്മുടെ ഗൗതമിനോട് പറഞ്ഞു, എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ താല്പര്യമില്ല, സാറ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ റൂമിന് വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് വേറെ ഒന്നും പറയാനില്ല. നന്ദ പറഞ്ഞു, എനിക്ക് സാറിനോടൊന്നും സംസാരിക്കാനില്ല. സാറിനെ എനിക്ക് ബഹുമാനവും സാറിനോട് എനിക്കൊരു സ്നേഹവും ബഹുമാനവും അതിലുപരി എനിക്ക് എന്തൊക്കെയോ സാറിനോടുണ്ടായിരുന്നു. പക്ഷേ ഇന്നുകൊണ്ട് എല്ലാം ഞാൻ അവസാനിപ്പിക്കുക. സാറിനെ ഞാൻ എൻ്റെ ഭർത്താവായിട്ടും എൻ്റെ അച്ഛനായിട്ടും എൻ്റെ സഹോദരനായിട്ടും എൻ്റെ എല്ലാമായിട്ടും ഞാൻ കണ്ടു. പക്ഷേ സാറിനെ ചതിക്കുകയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരിക്കലും സാറ് ചതിക്കുന്നു ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ നന്ദ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കാൻ പറയുമ്പോൾ വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കുക, ഇപ്പം നിങ്ങൾ അവളുടെ ആരും അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരണം, സാർ അവളുടെ ആരും അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഡെലിവറിക്ക്. അപ്പോൾ ഒരാൾ കൂടെ വേണമല്ലോ. അപ്പം നമ്മുടെ ഗൗതം പറഞ്ഞു, പറ്റില്ല, ഞാൻ വരില്ലെന്ന് പറഞ്ഞു. അതെന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്കിപ്പം വരാൻ പറ്റില്ലെന്നല്ലേ നന്ദേ പറഞ്ഞത്. നന്ദ പോ, ഞാൻ വരാം, വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പം ഇല്ല, ഞാൻ ഇവിടെ തിരക്കി കഴിഞ്ഞപ്പം ഞങ്ങൾക്കറിയാനിടയായത് ഈ സ്ത്രീയുടെ ഭർത്താവ് എൻ്റെ ഗൗതം സാറാണെന്നുള്ളതാണ്. അതാണ് ഞാൻ അറിഞ്ഞത്, അതാണ് ഞാൻ ആദ്യം അറിഞ്ഞത്. എന്നിട്ടും നേരിൽ കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് ഉറപ്പിച്ച വിശ്വാസത്തോടു കൂടി ഈ ഹോസ്പിറ്റലിൻ്റെ വാതയ്ക്ക് വരെ വന്നപ്പം ഇവരങ്ങനെ പറഞ്ഞിട്ട് പോലും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എനിക്കിപ്പോൾ കണ്ടു ബോധ്യമായതുകൊണ്ട് ഞാൻ പറയാം, ഇനി സാറിൻ്റെ മുമ്പിൽ സാറിൻ്റെ ഭാര്യയായിട്ട് നിൽക്കാനുള്ള അർഹത എനിക്കില്ല. അതിനുള്ള അർഹത എനിക്കുമില്ല, എൻ്റെ ഭർത്താവായിട്ട് നിൽക്കാനുള്ള അർഹത സാറിനുമില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ എല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് മാലയും താലിയൊക്കെ വലിച്ചു ഊരുകയാണ്. അങ്ങനെ മാലയും താലിയൊക്കെ വലിച്ചൂരിയിട്ട് എന്തോ ചെയ്തു, നമ്മുടെ ഗൗതമിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഈ നന്ദയുടെ പുറകെ വരരുത്. നിങ്ങൾ ജീവിക്കുവോ, നിങ്ങൾ എന്തു വേണമെങ്കിലും കാണിച്ചോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ഇനി നന്ദേനെ ശല്യം ചെയ്യാൻ വരരുത് എന്ന് പറഞ്ഞ് ആ താലി ഊരി ഏൽപ്പിക്കുകയാണ്. അപ്പം ഗൗതം, നന്ദ പോകല്, നന്ദ നീ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞപ്പം മതി, കൂടുതൽ സിറ്റുവേഷൻ ഒന്നും എനിക്ക് അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ നന്ദ പൊട്ടിക്കരയാണ്. ഏതായാലും പിങ്കി മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഗൗതം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഗൗതം നന്ദേനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പം എനിക്ക് ഗൗതമിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഗൗതം ഒരു വൃത്തികെട്ടവനായിരിക്കും, ഗൗതം ഇങ്ങനെയുള്ളവനായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അത് നന്ദയുടെ സാഹചര്യം കൊണ്ടാണ് നന്ദേനെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതെന്ന് ഞാൻ അറിഞ്ഞു. അവിടെ തീർന്നു അതെല്ലാം. പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്, നിങ്ങൾ അങ്ങേയറ്റം തരം താഴ്ന്ന ഒരു പുരുഷനായിരുന്നുവെന്നും നിങ്ങളെ സ്നേഹിച്ച സ്ഥാനത്ത് വേറെ ആരെങ്കിലും സ്നേഹിക്കുകയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളെ മനസ്സിൽ ഇത്രയും വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്നു. അതിനുള്ളതെല്ലാം എനിക്ക് കിട്ടി. ഇവിടം കൊണ്ട് ഞാനും ഉപേക്ഷിക്കാം നിങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി, എന്നിട്ട് പിങ്കി പറഞ്ഞു, ഇതിന് പകരം ഞാൻ ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിങ്കിയും പോകുന്നത്. ഏതായാലും നമ്മുടെ നന്ദയും പിങ്കിയും വീട്ടിൽ ചെന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും വീട്ടിലുള്ളവരെ ആദ്യം നമ്മുടെ നന്ദയും പിങ്കിയും അറിയിക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നും അല്ല, അവിടെ ഉള്ളവർക്കും സഹിക്കാവുന്നതിലും അപ്പുറം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം ഇതൊന്നും പറയാതെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അർജുൻ വീണ്ടും ഗൗതമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ യാദർശികവശാൽ നമ്മുടെ നന്ദയ്ക്കെല്ലാം തുറന്നു പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പിങ്കിയും നന്ദയും കൂടെ കമ്മീഷണർ സാറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. കമ്മീഷണർ സാറിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ കമ്മീഷണറിനോടും പറയുന്നത്. അപ്പോൾ കമ്മീഷണർ ഗൗതമിനെ അന്വേഷിച്ച് വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ കമ്മീഷണറും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ലക്ഷ്മി ഇതൊന്നും അറിയുന്നില്ല. അപ്പം ലക്ഷ്മി ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നന്ദേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവനെ എന്തെങ്കിലും ഇതിന് പോയതായിരിക്കും മോളെ, സാരയില്ല പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് പിടിവിട്ട് നമ്മുടെ നന്ദ പൊട്ടിക്കരഞ്ഞ് ലക്ഷ്മിയുടെ മാറിലേക്ക് ഇങ്ങനെ വീണിട്ട്, അമ്മേ ഗൗതം സാർ ഇനി വരില്ല അമ്മേ എന്ന് പറയാം. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അത് വേറൊന്നുമല്ല,
ഞാൻ ഗൗതം സാറിനെ കണ്ടു. ഗൗതം സാറിൻ്റെ കൂടെ അഭിരാമി എന്ന് പറയുന്ന ആ സ്ത്രീയെയും ഞാൻ കണ്ടു. ആ സ്ത്രീ ഗർഭിണിയാണ്. ഗൗതം സാറിൻ്റെ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളരുന്നുണ്ട്. ആ ബന്ധം ഇനി ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടുമില്ല, ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് വിശ്വസിച്ചേ പറ്റൂ, ഞങ്ങൾ നേരിൽ കണ്ടതാ, ദേ പിങ്കിയോട് ചോദിക്കേ, ഞാനും പിങ്കിയും നേരിൽ കണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഹിനിക്കും പിങ്കിക്കും ആണെങ്കിൽ, അല്ല മോഹിനിക്കും നമ്മുടെ പവിത്രയ്ക്കും ആണെങ്കിൽ എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടുന്ന് മുക്കുമൂല എന്നൊക്കെ കിട്ടി. ഇത് കേട്ടിട്ടാണെങ്കിൽ അയ്യോ പിന്നെ അങ്ങോട്ട് പെരുപ്പിക്കാൻ തുടങ്ങിയില്ലേ. അല്ലെങ്കിലും എനിക്കറിയാം ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. ദേ ഇതിപ്പം പിന്തുടർന്ന് വരുന്നതാണ്. കണ്ടില്ലായിരുന്നോ മഹാദേവ വല്യേട്ടൻ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. അവിടെ ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ. ഇപ്പം ഇത് പാരമ്പര്യമായിട്ട് മുതലേ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇത് പാരമ്പര്യമായിട്ട് ഗൗതമിന് കിട്ടിയതാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്രയും മോഹിനിയും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നന്ദയും ഉള്ളത്. ഏതായാലും അർജുൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അർജുൻ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ചെല്ലുന്നത്. ആരെ കാണാൻ? നമ്മുടെ ഗൗതമിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് അഭിരാമിനെ കാണുന്നത്. അർജുൻ കാണുമ്പോൾ അർജുന് മനസ്സിലാകുന്നത് അഭിരാമിയാണ് ഗൗതമിൻ്റെ കൂടെ ഉള്ളതെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ എല്ലാ സത്യങ്ങളും അറിയുന്നു. അർജുൻ പോലീസിനെ വിളിക്കുന്നു. അർജുനാണ് അഭിരാമി എന്ന കേണൽ അഖിലയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും നമ്മുടെ ഗൗതമിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് വലിയൊരു അപകടത്തിലേക്കായിരുന്നു ഗൗതം പൊക്കോണ്ടിരുന്നത്. അത് നമ്മുടെ അർജുൻ തന്നെയാണ് രക്ഷിക്കുന്നത് കേട്ടോ. ഏതായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് മാപ്പ് ചോദിക്കേണ്ടി വരും ഗൗതമിനോട്. മാപ്പ് തന്നെ ചോദിക്കും നമ്മുടെ ഗൗതമിനോട്. പക്ഷേ ഗൗതം ക്ഷമിക്കും കേട്ടോ. ഗൗതം ഏതൊരു പെണ്ണും ആ ഒരു സ്ഥാനത്ത് അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുകയും പറയുകയും ചെയ്യത്തുള്ളൂ എന്ന് ഗൗതമിന് നന്നായിട്ട് അറിയാമാവുന്നു. അതുകൊണ്ട് തന്നെ ഗൗതം ക്ഷമിച്ചോളും. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് കേട്ടോ. നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ എല്ലാ എപ്പിസോഡുകളും കാണുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു വർഷമായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല വ്യൂവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ തീരുന്നില്ല ഇവിടെ. നാളെയും നമ്മൾ പ്രമോ വിശേഷമായിട്ട് വരും. രേവതിയുടെയും സച്ചിയുടെയും, അതായത് കുറേ വിശേഷമുണ്ട് പറയാൻ അടുത്ത ആഴ്ചയിൽ തന്നെ. ഇന്ന് കുറച്ച് ഞാൻ പറഞ്ഞു, അപ്പോൾ കുറേ ലെങ്തായി പോയതുകൊണ്ടാണ് കുറച്ചൊക്കെ പറഞ്ഞു ഒതുക്കിയത്. ഏതായാലും ഇന്ന് പറയാത്ത വിശേഷം നമ്മൾ നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ നാളെയും നമുക്കുണ്ട് കേട്ടോ. രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം ഇടുന്നതായിരിക്കും. ഗൗതമിൻ്റെയും നന്ദയുടെയും പ്രേമവിശേഷം നാളെ ഇടുന്നതായിരിക്കും. മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.